കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. അനേകം ജീവിത പ്രതിസന്ധികളും പ്രശ്നങ്ങളും മൂലം മക്കളുടെ ഹൃദയം ഭാരപ്പെട്ടിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. എപ്പോഴും പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് മക്കളുടെ ശ്രദ്ധ തിരിക്കാൻ മനസ്സ് അപായ സൂചനകൾ മുഴക്കിക്കൊണ്ടിരിക്കും. അത് നിങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നോ? എൻ്റെ സാന്നിധ്യബോധത്തിൽ ഹൃദയമുറപ്പിച്ച് എന്നോടൊപ്പം ഇരിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തണം. എൻ്റെ ആശ്വാസവചനങ്ങളിൽ മനസ്സിനെ ഉറപ്പിക്കണം. എൻ്റെ അരികിലിരിക്കുമ്പോൾ സർവശക്തനും മഹത്വവാനുമായ മക്കളുടെ സ്വർഗസ്ഥ പിതാവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് എപ്പോഴും ഓർക്കണം. മക്കളുടെ വേദനകളും യാതനകളും സഹനങ്ങളും എന്നോട് തുറന്നു പറയൂ. എൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രകാശത്തിൽ മക്കളുടെ പ്രശ്നങ്ങൾ മക്കൾ നോക്കിക്കാണുമ്പോൾ അവ നിസ്സാരങ്ങളാണെന്ന് കാണുവാൻ കഴിയും. സ്വന്തം ശക്തിയിലും റിസോഴ്സസിലും ചിന്തിക്കുമ്പോഴാണ് വല്ലാതെ ഭയപ്പെട്ടു പോകുന്നത്. പ്രതികൂല സാഹചര്യങ്ങളുടെ വൻ ചുഴിയിലായിരിക്കുമ്പോഴും നിന്റെ രക്ഷകന്റെ സാന്നിധ്യത്തിൽ സന്തോഷമനുഭവിക്കാൻ നിനക്ക് കഴിയും. വിലാപങ്ങളെ നൃത്തവും ആനന്ദവുമാക്കാൻ കഴിയുന്ന വിസ്മയ സമാധാനമാണ് എന്നിൽ നിന്നും സദാ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ ഇടറിയ പാദങ്ങളെയും പതറിയ ഹൃദയത്തെയും വാടാത്ത പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിക്കും. ഇതുവരെ ഇവിടെ വരെ നിങ്ങൾ എത്തിയതും അങ്ങനെയാണ്. എൻ്റെ സ്നേഹകരങ്ങളിൽ ചേർന്നിരിക്കുന്ന എൻ്റെ മക്കളെ ദുഷ്ടന് തൊടുവാൻ കഴിയില്ല. രാവും പകലും നിനക്ക് നേരെ ദുഷ്ടൻ തൊടുത്തുവിടുന്ന അസ്ത്രങ്ങളെ ഞാൻ എൻ്റെ ശക്തമായ കരങ്ങൾ കൊണ്ട് തടയും. വരൂ കുഞ്ഞെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്തുകൊള്ളുന്നത് പോലെ ഞാൻ നിന്നെ എൻ്റെ സുരക്ഷിത കരങ്ങൾക്കുള്ളിൽ കാത്തു സൂക്ഷിക്കും. ധൈര്യമായി എന്നോട് ചേർന്നിരുന്നുകൊള്ളൂ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. ദൈവം മോശയോട് അരുളിച്ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായം. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതെയായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ
അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഈ തിരുവചനങ്ങൾ നമ്മുടെ തളർന്ന മനസ്സിനെ പ്രത്യാശയിൽ ഉണർത്തുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും സഹായിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.